ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് ഒരു മിനി പോർട്ടബിൾ പ്രിൻ്ററാണ് കേട്ടോ. നമുക്കിപ്പോൾ പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാനായിട്ട് ഇനി ഷോപ്പുകളിലൊന്നും പോകണ്ട. ഈ ഒരു മിനി പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ USB ചാർജ് യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ ഇതിന് ഇങ്കം വേണ്ട കേട്ടോ. നമ്മളിത് തെർമൽ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ നമുക്ക് തീരുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഇതിൻ്റെ പേപ്പർ ഷീറ്റും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിനായിട്ട് ഫോണിൽ ഫൺ പ്രിൻ്റ് എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതുവഴി നമുക്ക് ഫോട്ടോസും പിക്ചേഴ്സും ഒക്കെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഇതുപോലെ പ്രിൻ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രോജക്റ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിക്കോട്ടെ, നമുക്ക് ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് തോന്നി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1399 രൂപയാണ്. ഞാൻ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന മിനി സീലർ. ഇത് നമുക്ക് USB ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ബാറ്ററി ഇട്ടിട്ടുള്ള ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മസാല പാക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്നാക്സ് പാക്കറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് റബ്ബർ ബാൻഡൊക്കെ ഇട്ടായിരിക്കും വെക്കുന്നത് അല്ലേ. അപ്പോൾ സ്നാക്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കുതിർന്നു പോകും, മസാല പാക്കറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള മിനി സീലർ ഉണ്ടെങ്കിൽ എന്ത് തരം പാക്കറ്റ് ആയിക്കോട്ടെ നമുക്കിതുപോലെ സീൽ ചെയ്യാം. ഇതുപോലെ നമുക്കൊരു ബ്ലേഡ് വരുന്നതുകൊണ്ട് തന്നെ പാക്കറ്റ് കട്ട് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ കൂടുതലായിട്ടും കാണിക്കുന്നത് USB ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകളാണ് കേട്ടോ. ഇതൊരു മിനി ജ്യൂസ് ബ്ലെൻഡറാണ് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ കറണ്ടൊക്കെ പോവാണ്, പെട്ടെന്ന് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കണമെന്ന് തോന്നിയാൽ ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു കുപ്പി പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് ബ്ലെൻഡർ ഞാൻ ഏകദേശം ഒരു 3 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും ഇതിനൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചരിച്ച് കൊടുക്കുക. അതിനുശേഷം കുപ്പി ചെറുതായിട്ടൊന്ന് നൂത്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും ഈ ജ്യൂസ് നന്നായിട്ട് അടിച്ച് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ ചാർജ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചാർജിന് വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളിത് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ചൂട് സമയത്ത് ഫാൻ കൈക്കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന നെക്ക് ഫാൻ. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമാണ്. കാരണം നമുക്ക് ഫാൻ എന്തായാലും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. എന്നാൽ നമുക്കത് കഴുത്തിലിട്ട് നടന്നാലോ. കാണാൻ ഒരു ഹെഡ്ഫോണിലെ ലുക്കിൽ വന്നിട്ടുള്ള ഈ ഒരു USB ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ക് ഫാൻ ഉണ്ടല്ലോ, 3 സ്പീഡിൽ ഇത് വർക്കാവും. ഇത് നമ്മൾ 1 ടൈം ചാർജിന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്പീഡിൽ തന്നെ നല്ല അത്യാവശ്യം കാറ്റുണ്ട്. നമുക്ക് പുറത്ത് പോകുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്തായിക്കോട്ടെ, ഇതുപോലെയുള്ള ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് USB ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സ്പേസ് ഇല്ല എന്നുള്ളത്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ വരെ നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന വാക്യൂം സ്റ്റോറേജ് ബാഗ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിക്കോട്ടെ, ബ്ലാങ്കറ്റ്സ് ആയിക്കോട്ടെ, പഴയ ക്ലോത്തുകളായിക്കോട്ടെ, എല്ലാം ഇതുപോലുള്ള സിപ്ലോ കവർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ വരുന്ന പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് വാക്യൂം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പല സൈസിലുള്ള കവറുകളും അവൈലബിൾ ആണ്. ഇതുപോലെ നമ്മൾ പമ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് സേവിങ്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ നമ്മൾ മഴ സമയമായിക്കോട്ടെ, വെയിൽ സമയമായിക്കോട്ടെ, ഏത് സമയത്താണെങ്കിലും ഇപ്പോൾ കൊതുവിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അങ്ങനെ വാങ്ങിയതാണ് ദാ ഈ കാണുന്ന മാഗ്നറ്റിക് ഡോർ നെറ്റ്. പോകുന്ന വഴിയെല്ലാം കൊതുവിൻ്റെ ശല്യം കാരണം ബാറ്റ് കൊണ്ട് നടന്ന് മടുത്തപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ കാണുന്ന മാഗ്നറ്റിക് ഡോർ നെറ്റ് കേട്ടോ. ഇത് നമുക്ക് കതവിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിൻഡോസിലായിക്കോട്ടെ, ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റ് വരുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തായിക്കോട്ടെ, അകത്തേക്ക് വരുന്ന സമയത്തായിക്കോട്ടെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മളെ കബോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സ്പേസുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു വാക്യൂം ക്ലീനറാണ് കേട്ടോ. ജനലിൻ്റെ സൈഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ കാറിലായിക്കോട്ടെ, അല്ലെങ്കിൽ TVയുടെ സൈഡിലായിക്കോട്ടെ, ചെറിയ ചെറിയ പൊടികൾ ഇതുപോലെ കാണാറില്ലേ, അതുപോലെ കബോർഡിലൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ഇതും നമ്മൾ USB ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മീഷോയുടെ ഒരു വീഡിയോ കണ്ടാണ് വാങ്ങി നോക്കിയെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അയൺ ബോക്സ് ഒന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ ഒരു വൈറൽ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇതുപോലെ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്ക് ഈ രീതിയിൽ മാത്രമല്ല, നമുക്ക് ഹാങ് ചെയ്തിട്ടും ഇത് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനൊരു വൈറൽ വീഡിയോ കണ്ടിട്ടാണ് ഇത് വാങ്ങി നോക്കിയതെങ്കിലും ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് മിനി സ്റ്റാമ്പ് റോളർ. ഇത് നമുക്ക് മാത്സ് പഠിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഹോംവർക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാണാനൊരു പെട്ടിക്കൂടിൻ്റെ വലിപ്പമൊക്കെ ഉള്ളെങ്കിലും ആളൊരു ഭീകരനാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നമ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ക് നിറയ്ക്കാനായിട്ട് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ക് ഓൾറെഡി നിറച്ചിട്ടുണ്ടായിരിക്കും, തീരാണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇങ്ങനെ പ്രസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ അതിലുള്ള നമ്പേഴ്സ് എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹോംവർക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അഡീഷൻ സബ്സ്ട്രാക്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തുകളിലൊക്കെ നൂല് ഉരുണ്ട് കയറി ഇരിക്കാറുണ്ട്. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന ലിൻഡ് റിമൂവർ. ഇത് നമ്മൾ ചാർജിൽ വെച്ചിട്ടല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരമായിട്ട് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ യൂണിഫോമോ ക്ലോത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുണ്ട് കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് ക്ലീൻ ആയി കിട്ടും. ഇനി ഈ ഒരു ഭാഗം ഊരിയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. വെസ്റ്റേൺ ക്ലോത്ത് യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മളിൽ ഒരുപാട് പൈസ കൊടുത്ത് CV മെഷീൻ വാങ്ങിക്കാൻ പൈസയില്ല, അല്ലെങ്കിൽ സ്പേസ് ഇല്ല എന്നൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മിനി CV മെഷീൻ വാങ്ങിക്കാം കേട്ടോ. ഇത് വെക്കാനായിട്ട് ഒരു ടേബിളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, കുറച്ച് സ്പേസ് മതി. അതുപോലെ തന്നെ ഇത് കറണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഫുഡ് പെഡൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മെഷീൻ ചവിട്ടുന്ന പോലെ ചവിട്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട. പിന്നെ ഇതിൽ നൂല് കോർക്കാനായിട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇത് സ്റ്റിച്ചും വീഴുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു 100 സെറ്റ് വന്നിട്ടുള്ള നൂലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന 12 സെറ്റ് വരുന്ന ചോപ്പറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ വൈറൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേത് പ്രോഡക്റ്റ്സാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ബോക്സിൽ എല്ലാത്തരം സ്ലൈസറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ട്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും ഞാൻ ഇതുവരെ വാങ്ങി യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും അതിൽ കാണാം കേട്ടോ. പലരും നമ്മളടുത്ത് ലിങ്ക് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.